കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ ബുധനാഴ്ച രാവിലെ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി തിരുവനന്തപുരം വഴുതക്കാട്ടെ മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിലാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ നടക്കുന്നത്. കേരളത്തിൽ ചെറുകിട കേബിൾ ടിവിയുടെ സേവനം 3.5 പതിറ്റാണ്ട് പിന്നിടുന്ന വേളയിലാണ് ഇത്തവണത്തെ കൺവെൻഷൻ. ബുധനാഴ്ച രാവിലെ കൺവെൻഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ച് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നഗരിയിൽ പതാക ഉയർത്തി. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്നൊരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ല സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. എപ്രകാരമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത്, അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയുന്ന ഫാക്റ്റാണ്. കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ്. ഇതൊരു ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും വിഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു പോകാൻ കഴിയണം. കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് അഭിപ്രായപ്പെട്ട സ്പീക്കർ നിർമ്മത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും അപകട. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കടന്നു വരുന്നു, എല്ലാ സെക്ടറിനകത്തും. അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. നല്ല വശങ്ങൾ സ്വീകരിക്കാം. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞ പോലെ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. മെറിറ്റ്സ് സ്വീകരിക്കുന്നത് തെറ്റില്ല. നല്ല വശങ്ങൾ സ്വീകരിക്കാം. നല്ല വശങ്ങൾ വരുമ്പോൾ ചീത്ത വശം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിനകത്ത് നിങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം, ഈ മേഖലയിൽ ഇത് കടന്നു വരാൻ സാധ്യതയുണ്ടോ? ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷനായി. കഴിഞ്ഞ വർഷം മരണപ്പെട്ട സഹപ്രവർത്തകരുടെയും ഒപ്പം MT ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെയും നിര്യാണത്തിൽ കൺവെൻഷൻ അനുശോചനം രേഖപ്പെടുത്തി. മികച്ച വാർത്താ അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷന്റെ ഇത്തവണത്തെ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷിനും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വാർത്തയിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂരിനും ആദരവ് നൽകി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദിയും പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റ് ഭാരവാഹികളും അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളുമെല്ലാം കൺവെൻഷനിൽ വിശദമായി ചർച്ച ചെയ്യും. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.